നമ്മൾ കാസർഗോഡേക്ക് പോകുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ചെമ്മനാട് കീഴൂർ സംഘങ്ങളാണ് ഏറ്റുമുട്ടിയത്. 8 പേരെയാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയത്. ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാനായി. ജോസഫ്, എന്താണ് ഈ ആശുപത്രിയിൽ നടന്ന സംഘർഷത്തിന്റെ ആ ഒരു പശ്ചാത്തലം? എന്തൊക്കെയാണ് സ്വീകരിച്ച നടപടികൾ? അതോടൊപ്പം ഈ ചെമ്മനാട് കീഴൂർ സംഘങ്ങൾ ആരൊക്കെയാണ് ജോസഫ്? കാളിദാസ്, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ചെമ്മനാട് കീഴൂരിലെ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ പ്രാദേശികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രശ്നങ്ങളെ തുടർന്ന് ഇവർ ചികിത്സയിലെത്തിയതായിരുന്നു കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ. ചികിത്സയ്ക്കിടെ ഇവർ വീണ്ടും പരസ്പരം തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും OP വിഭാഗത്തിലും അത്യാഹിത വിഭാഗത്തിലും ഇന്നലെ വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. ഡോറുകൾ അടക്കം തല്ലി തകർക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. ഡോക്ടർമാർക്ക് നേരെയും വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു അരമണിക്കൂറോളം ഏകദേശം ഇത്തരത്തിൽ ഈ രോഗികൾക്കും അതുപോലെ തന്നെ അവരുടെ കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ആശുപത്രി ജീവനക്കാർക്കും നേരെ വലിയ രീതിയിലുള്ള ഭീഷണിയും ഭീകരാന്തരീക്ഷവുമാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. ചെമ്മനാട് കീഴൂർ എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളാണ്. ആ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളാണ് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ടൗൺ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8 പേരെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ആശുപത്രി ജീവനക്കാർ കടുത്ത അതൃപ്തിയിലാണ്. കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പും സമാന രീതിയിൽ വ്യക്തി വൈരാഗ്യത്തെ തുടർന്ന് ചേട്ടനും അനിയനും തമ്മിൽ ഉള്ള പ്രശ്നം ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് നീളുകയും ആശുപത്രിയിൽ ചികിത്സയിലെത്തിയ അനിയനുമായി ചേട്ടൻ ഇത്തരത്തിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഡോക്ടർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് സമാന രീതിയിലുള്ള സംഭവം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്. എന്തായാലും ഇവർ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായി ഇത്തരം അക്രമങ്ങളെ നേരിടുന്നതിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ ആശുപത്രി ജീവനക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇത്തരം ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ഡോക്ടർമാരുടെ സംഘടന, നഴ്സുമാരുടെ സംഘടന, ആശുപത്രി ജീവനക്കാരുടെ സംഘടനയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങി വന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. അതിന്റെ ഒരു തുടർ സംഭവം എന്ന രീതിയിൽ വേണം ഇപ്പോഴത്തെ സംഭവം നോക്കിക്കാണാൻ. ആ സംഭവങ്ങളുടെ തുടർച്ച ഇപ്പോഴും ഉണ്ടാകുന്നു. പക്ഷെ പ്രശ്നങ്ങൾ ഇതുവരെയും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാണുന്നത്. ജോസഫ്, ഒന്നും കൂടി ചോദിച്ചോട്ടെ, ഈ ജനറൽ ആശുപത്രിയിൽ ഈ സംഘർഷം നടന്നതിന് പിന്നാലെ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ആശുപത്രിക്ക്? ആശുപത്രിക്ക് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഉന്തിലും തള്ളിലും ചില ഡോറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഡോറുകളൊക്കെ ഇളകിയ നിലയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. രോഗികൾക്കും മറ്റ് ജീവനക്കാർക്കും അവരുടെ കൂട്ടുകാർക്കും വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ സംഘത്തിന്റെ പെരുമാറ്റം കാരണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല ഡോക്ടർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇന്നലെ ഈ രാത്രി 11 മണിയോടുകൂടി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഡോക്ടർമാർ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ്, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടിയതിൽ 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനിയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള വിവരങ്ങളാണ്. ഇതോടൊപ്പം ഇതിൽ പ്രതിഷേധിച്ച്, ഈ ഒരു സംഭവം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാരുടെ ഒരു പ്രതിഷേധ സംഗമം അല്പസമയത്തിനുള്ളിൽ പ്രതിഷേധ സംഗമം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി നൽകിയത് ജോസഫ് അഗസ്റ്റിനാണ്.